ജനക്ഷേമം, വികസനം, വിശ്വാസ സംരക്ഷണം. ഈ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത, അവയുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ശ്രീ വി എൻ വാസവനാണ് പബ്ലിക് ഓഡിറ്റിൽ നമ്മൾക്കൊപ്പം ചേരുന്നത്. കേരള ബാങ്ക് പ്രതിബദ്ധത, വായ്പ ഏറ്റെടുക്കൽ പോലെയുള്ള നല്ല തീരുമാനങ്ങൾ സർക്കാർ എടുത്തത് ഈ പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച്. കേരള ബാങ്കാണ് ഏറ്റവും ആദ്യം 610 ലക്ഷം രൂപ അവരുടെ വായ്പ എഴുതി തള്ളുന്നത് പ്രഖ്യാപിച്ചത്. അത് വലിയ സ്വാഗതം ചെയ്തു പൊതുസമൂഹത്തിൽ. പക്ഷേ ഒരു നാഷണലൈസ് ബാങ്കോ ഒരു കൊമേഴ്സ്യൽ ബാങ്കോ അത് ചെയ്തില്ല എന്നുള്ളത് ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വന്നു. കേരള ബാങ്ക് ഈ കാലഘട്ടത്തിൽ രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ ചില ജില്ലാ ബാങ്കുകൾ പോലും കാണുമായിരുന്നില്ല. ഇപ്പോൾ നടന്ന 5 വർഷത്തെ റിപ്പോർട്ടും വന്നു. 5 വർഷവും ലാഭത്തിലായിരുന്നു. മാത്രമല്ല, കേരള ബാങ്കിൻ്റെ വളർച്ചയ്ക്കൊരു ഘട്ടം എത്തിയിരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന 45ഓളം കാറ്റഗറി ബാങ്കുകളാണ് കേരളത്തിലുള്ളത്. അതിൽ 5 ബാങ്കുകളാണ് 50,000 കോടിക്ക് മുകളിൽ ഇപ്പോൾ വായ്പ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് SBI ആണ്, 2 കാനറ ബാങ്കാണ്, 3 ഫെഡറൽ ബാങ്കാണ്, 4 കേരള ബാങ്കാണ്, 5 HDFC ആണ്. ഈ 5 ബാങ്കുകളാണ് 50,000-ന് മുകളിൽ 50,600 കോടി ഇപ്പോൾ കേരള ബാങ്ക് വായ്പ കൊടുത്തു കഴിഞ്ഞിരിക്കും. എന്ന് മാത്രമല്ല, ന്യൂജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഗൂഗിൾ പേ ആകാം, അതല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ബാങ്കിങ് ആയി, ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയി, RTGS ആയി, നെഫ്റ്റായി, IMUPs ആയി, എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കേരള ബാങ്കിൽ വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ കേരള ബാങ്ക് ഇന്ന് മറ്റ് ഇതര ബാങ്കുകളോടൊപ്പം കിടപിടിച്ച് മുന്നോട്ട് വന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും കേരള ബാങ്കിൻ്റെ ഒരു ബോർഡ് കാണും. ആ ബ്രാൻഡ് തന്നെ കേരളത്തെ സംബന്ധിച്ചൊരു വലിയ ബിഗ് ബ്രാൻഡ്. കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു ബിഗ് ബ്രാൻഡ്, സംശയമൊന്നുമില്ല. അല്ല, അന്ന് പക്ഷേ തുടക്കത്തിൽ സഹകരണ മേഖലയ്ക്ക് UDF-ന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിരുന്നില്ലേ? ഇല്ല, യൂണിയനുകൾ അനുകൂലിക്കില്ല. മലപ്പുറം ജില്ലാ ബാങ്ക്, മുസ്ലിം ലീഗാണ് എതിർത്തത്. ലീഗ് എതിർത്തേ ഉള്ളൂ. പിന്നെ എതിർപ്പ് മാറി കോടതിയിൽ പോയിരുന്നില്ല. അല്ല, UDF എതിർത്തിരുന്നു. ഞാനതാ ചോദിച്ചു. UDF ആകെ എതിർത്തിരുന്നു. ആ കൂട്ടത്തിൽ മലപ്പുറം ബാങ്ക് ഭരിച്ചില്ല ലീഗായിരുന്നു. അവരിപ്പോഴൊരു കേസ് സുപ്രീം കോടതി നീക്കിയാണ്. അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ. കേരള ഹൈക്കോടതി നമുക്ക് അനുകൂലമായി വിധിച്ചു. അതിനെതിരെയാണ് അവരിപ്പോൾ സുപ്രീം കോടതി പോയത്. അങ്ങനെയാണ് കേരള ബാങ്ക് രൂപീകരണം നടന്നത് അല്ലേ? അതിൽ പോരാട്ടം തന്നെ നടത്തിക്കൊണ്ടത്. നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാം വിജയകരമായിരുന്നു. കേരള ബാങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ പല രൂപത്തിൽ ഈ MSME വലിയ രൂപത്തിൽ പുരോഗതിയിലേക്ക് വന്നിട്ടുള്ളത് കേരള ബാങ്കാണ്. കാർഷിക മേഖലയ്ക്ക് അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ലോൺ വായ്പ കൊടുത്തിട്ടുണ്ട്. അതിന് മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം കേരള ബാങ്കിൻ്റെ ഉണ്ടായി. ഒന്ന് കാർഷിക മേഖല, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു മികച്ച പ്രോജക്റ്റായിരുന്നു വ്യവസായ വകുപ്പിലെ സംരംഭകത്വം. 1 ലക്ഷം ഇതിൽ 1 ലക്ഷം സംരംഭകരെയാണ് ഒരു വർഷം കേരളം രൂപപ്പെടുത്തിയെടുത്തത്. അതിൽ കേരള ബാങ്കാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. നേരത്തെ പണ്ട് SBT ആയിരുന്നു കേരളത്തിൻ്റെതായ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇന്നിപ്പോൾ കേരള ബാങ്കാണ് കേരളത്തിൻ്റെ ബാങ്ക്. ആ ലെവലിൽ വേണം കുറച്ചും കൂടെ പരസ്യം, പബ്ലിസിറ്റി കൊണ്ടുവരാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കേരള ബാങ്ക് ആ രൂപത്തിലേക്ക് വളർന്ന് നല്ല നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ്. വലിയ ഒരു മോഡേൺ ബാങ്ക്, ഒരു വളരെ പ്രൊഫഷണൽ. യെസ്, ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഡോക്ടർ കൂടി ഇരിക്കുന്നു. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യത്തിനെതിരായിട്ടുള്ളൊരു വലിയ കടന്നാക്രമണം അവിടെയും ഇവിടെയുമൊക്കെ വരുന്ന ചില കേസുകൾ ചൂണ്ടിക്കാട്ടി നടക്കുന്നു. ഞാനിത് പരാമർശിക്കാൻ കാരണം, സഹകരണ രംഗത്തിന് നേരെ ഈ സഹകരണ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട്, ഭരണസമിതികളുമായി ബന്ധപ്പെട്ട് വന്ന തട്ടിപ്പുകൾ വലിയ തോതിൽ പർവ്വതീകരിച്ച് സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന പ്രചാരണത്തിൻ്റെ ഒരു കാലം ഇന്ന് ആശുപത്രികളുടെ നേരെ ഉള്ളതുപോലെ ഇടക്കാലത്തുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ, കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കടന്നുവരവിന് വേണ്ടിയായിരുന്നോ അന്ന് ഇത്തരം ഒരു നീക്കം നടന്നത്? ആ കാലത്തെ ഒന്ന് ഓർത്താൽ അതിൽ 2-3 തരത്തിലുള്ളതിനെ നമുക്ക് കാണേണ്ടതുണ്ട്. ഒന്ന്, ബഹുരാഷ്ട്ര ഭീമന്മാരും അന്താരാഷ്ട്ര ഭീമന്മാരും കോപ്പറേറ്റീവ് സെക്ടറിനെ എങ്ങനെ തകർക്കാമെന്ന് ലക്ഷ്യമിടുന്നവരാണ്. അതിനായിരുന്നു മുമ്പ് കേന്ദ്രം നിയോഗിച്ചിട്ടുള്ള വിവിധ കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങളൊക്കെ വന്നത്. വാർഷിക കമ്മീഷനൊക്കെ വന്നിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള നീക്കങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ നിക്ഷേപത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സെക്ടറിലെ നിക്ഷേപത്തിൽ 71% കേരളമാണ്. ബാക്കിയുള്ള ഇന്ത്യയിലെല്ലാം കൂടെ. ഇതാണ് കേന്ദ്രം കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ
യഥാർത്ഥത്തിൽ കയറി ഇടപെടാൻ തയ്യാറായി. കേന്ദ്ര വകുപ്പ് തന്നെ വന്നു. കേന്ദ്രത്തിൽ വകുപ്പ് ഇത് വരാൻ പാടില്ല. അല്ല, കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അതിന്റെ ചുമതല. യെസ്. അല്ല, അതിന് നമ്മൾ ഉന്നയിച്ചൊരു പ്രശ്നം, ഇപ്പം നമ്മുടെ ഒരു ഡിസ്പ്യൂട്ട് ഇപ്പോഴും സുപ്രീം കോടതി നിൽക്കുക. നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, കേരളത്തിൻ്റെ കേസ്. അതെ, കേരളത്തിൻ്റെ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂൾ 32 എൻട്രി കോപ്പറേറ്റീവ് സബ്ജക്റ്റ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ കേന്ദ്രത്തിന് ഇടപെടാൻ അധികാരമില്ല. ഇതിനെതിരെ നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമത്തിനെതിരെ ഗുജറാത്തിൽ നിന്നൊരു കൂട്ടർ കോടതിയിൽ പോയി, കോടതിയെ ചലഞ്ച് ചെയ്തു. ആ സമയത്ത് കോടതിയെ കൊടുത്ത അപ്പീൽ തള്ളിക്കൊണ്ട് ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് റോഹിൻടൻ നരിമാൻ ചെയർമാനായിട്ടുള്ള 3-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂൾ 32 എൻട്രി കോപ്പറേറ്റീവ് സബ്ജക്റ്റാണ്, അതിൽ സെൻട്രൽ ഇടപെടാൻ പാടില്ല എന്നാണ്. അതിനും മറികടന്നിട്ടാണ് ഇപ്പോൾ കേന്ദ്ര നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ നമ്മളിപ്പോൾ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ആദ്യത്തെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിക്കകത്ത് ജസ്റ്റിസ് നമ്മുടെ KM ജോസഫ് സാർ, നമ്മുടെ കേരളത്തുകാരൻ, അതിരമ്പുഴക്കാരൻ ജഡ്ജുണ്ടല്ലോ, അദ്ദേഹം ഒരു പടി കൂടെ കടന്ന് ഒരു ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒബ്സർവേഷനിൽ പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ കൂടെ ഇല്ലാതാക്കിയെങ്കിലേ ഇത് സ്വതന്ത്രമായി പോകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വലിയ തോതിൽ വരികയല്ലേ, അത് സുതാര്യമാണോ? അതിൽ അഴിമതിയുണ്ടോ? അതിനെ നിയന്ത്രിക്കാനോ പരിശോധിക്കാനോ സംസ്ഥാന സഹകരണ വകുപ്പിനോ നിയമത്തിനോ കഴിയുമോ? ഇത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണോ? അതെ, ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മറ്റൊരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ശാഖകളായി വന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെ നേരിട്ട് വരുന്നുണ്ട്. ഈ രണ്ട് കൂട്ടരെ നിയന്ത്രിക്കാനോ പരിശോധിക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് അധികാരമില്ല, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെക്ടറിന് അധികാരമില്ല. സ്വാഭാവികമായിട്ട് അവർ നിക്ഷേപത്തിന് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നതിന് വ്യത്യസ്തമായ പലിശയ്ക്ക് വാങ്ങും, പക്ഷേ തിരിച്ചു കൊടുക്കൽ അപൂർവമാണ്. പലതും കുടുങ്ങി തുടങ്ങി തോന്നുന്നു അല്ലേ? ഇപ്പോൾ കുടുങ്ങി. പാർലമെൻറ്റ് ചോദ്യം വന്നു, തിരിച്ചാർക്കും കൊച്ചി ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് മറുപടി കൊടുത്തു, 5 എണ്ണം തകർന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ കേരളത്തിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ റൈറ്റ്സ് നമുക്കതിനകത്ത് ഇടപെടാൻ കേരളത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാലും സഹകരണ വകുപ്പിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്താണ്? കാര്യമായ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പരസ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പല മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പരസ്യം കൊടുത്തിട്ടുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപം കൊടുത്തിട്ട് കിട്ടാതെ വന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യം പരസ്യമായി നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ അക്കൗണ്ടിലായിരിക്കും പെടുത്തുന്നത്. അതെ അതെ അതെ, അതാണ് ഈ വ്യത്യാസം. ആരും അറിയത്തില്ല. അങ്ങനെയുണ്ട്. പരസ്യങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഇതിനകത്തുണ്ടല്ലോ. ഒരു വല്ലാത്ത സിറ്റുവേഷനാണത്. അത് ഈ കാലത്ത് ഫേസ് ചെയ്ത പ്രശ്നം തന്നെയായിരുന്നു. അല്ലാതെ നമ്മളത് ക്യാമ്പയിൻ കൊണ്ടുവന്നിരുന്നു 2 രൂപത്തിൽ. ഒന്ന്, സെൻട്രലിൻ്റെ ഈ നീക്കത്തിൽ പല രൂപത്തിൽ, ഇത് മാത്രമല്ല വേറെയുണ്ട്, അവർ പല രൂപത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്കുള്ള ഘടകങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളിവിടെല്ലാം തുടങ്ങി. അവരെടുത്ത പുതിയ തീരുമാനങ്ങളെല്ലാം നമ്മൾ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് വിധേയമായി നിൽക്കേണ്ടതില്ല. പിന്നെ അവർ നമ്മുടെ സോഫ്റ്റ്വെയർ അവരുടെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, സെൻറ്ററിൻ്റെ. അത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ സ്വതന്ത്രമായി ആലോചിച്ച് കഴിഞ്ഞു. ഇപ്പം പിന്നെ പൂക്കോളാൻ പറഞ്ഞു. മറ്റേ അതിൽ പെട്ടവർക്കൊക്കെ അവാർഡുമായി. ഇപ്പോൾ തമിഴ്നാട് ഇവിടെ വന്ന് അവിടുത്തെ രജിസ്ട്രാറൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്കിപ്പോൾ ചെന്ന് തല വെച്ച് കൊടുത്തു. അവരാദ്യം അവർ പറഞ്ഞ് കേട്ടിട്ട് അവരുടെ ഇതിൽ കോമൺ സോഫ്റ്റ്വെയർ ആക്കി. കോമൺ സോഫ്റ്റ്വെയർ എന്ന ഒരു കുഴപ്പം, ഇപ്പോൾ ഇവിടെ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അവിടെ പോയിട്ട് ഇവിടെ വരും, റിപ്പോർട്ട് വരും. മനസ്സിലായില്ലേ? ഏതായാലും മിനിസ്റ്റർ, നമ്മളിപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വികസനം, ജനക്ഷേമം, ഇതിനെ രണ്ടിനെയും പ്രതിഫലിപ്പിക്കുന്ന 2 വകുപ്പുകളാണ്. വിഴിഞ്ഞം പോർട്ട് അടക്കം വരുന്ന തുറമുഖ വകുപ്പ്, ജനക്ഷേമത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സ്പർശിക്കുന്ന സഹകരണം. ഈ 2 വകുപ്പുകളിൽ നിന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ദേവസ്വം വകുപ്പ് കൈയാളുന്ന മന്ത്രി എന്ന നിലയിൽ ശ്രീ VN വാസവൻ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ടുകൂടി സംസാരിക്കുമ്പോൾ ഈ കാലത്ത് ഏറ്റവും അധികം ചർച്ചകളിലും വിവാദങ്ങളിലും കോളിളക്കങ്ങളിൽ നിന്ന ഒരു വകുപ്പാണ്. ആ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ ശ്രീ VN വാസവൻ അത് കൈകാര്യം ചെയ്ത കാലത്തെ അനുഭവത്തിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ പറയുന്ന നേട്ടം എന്താണ്? ഒന്ന്, ശബരിമലയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്ര. അല്ല, എല്ലാവരും ദേവസ്വം പറയുമ്പോൾ ശബരിമല മാത്രം പോവുകയാണ്. ദേവസ്വം വകുപ്പിൻ്റെ കീഴിൽ 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 മലബാർ ദേവസ്വം ബോർഡ്, 3 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 4 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യം. ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഡേ ടു ഡേ ബിസിനസ്സിലോ ഭരണത്തിലോ ഇടപെടാൻ ഗവൺമെൻറ് അധികാരമില്ല. 950 ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുക. അത് സ്വയംഭരണാവകാശമുള്ളതാണ്. അതേസമയത്ത് അവിടെ ആളുകളെ നിശ്ചയിക്കുന്നിടത്ത് മറ്റു കാര്യങ്ങളിലും ഗവൺമെൻറ് ഇടപെടുകയും മറ്റു കാര്യങ്ങളും അല്ലാതെ എൻ്റെ ഡേ ടു ഡേ ഭരണത്തിൽ നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പരമാധികാരമുള്ള ബോർഡാണ് ആ ബോർഡ്. അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം
എനിക്ക് 2 നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെയും ശബരിമല തീർത്ഥാടനം കുറ്റമറ്റ രൂപത്തിൽ സംഘടിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം എല്ലാവരും വന്ന പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ BJP നേതാക്കന്മാരെല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന കാര്യം വാഴ്ത്തിപ്പാടിയിരുന്നു. ഈ വർഷം ഈ വിഷയം വന്നപ്പോൾ ഉള്ള ഇതല്ലാതെ ശബരിമല തീർത്ഥാടനത്തിന് ആരും ഒരു കുറ്റവും പറഞ്ഞില്ല. അത് മണ്ഡല കാലഘട്ടവും മകരവിളക്ക് കാലഘട്ടവും ഏതാണ്ട് 55,30,000 പേരോളം വന്നു. ആ വന്നത് നമുക്ക് ഭംഗിയായി വന്നവർക്ക് ഒരാൾക്ക് പോലും ദർശനം കിട്ടാതെ പോയിട്ടില്ല. പൊതുവിൽ പരാതികൾ കുറഞ്ഞിരുന്ന കാലഘട്ടം എന്ന രൂപത്തിലേക്ക് ഈ സന്ദർഭത്തെ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു. നമുക്കതിന് കഴിഞ്ഞ വർഷം മുതൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കൂട്ടി നമ്മൾ അവരെ ആദരിക്കുകയും ഈ പ്രാവശ്യത്തെ അത് ചെയ്യാൻ പോവുകയാണ്. നല്ല രൂപത്തിൽ അതുകൂടാതെ നമ്മുടെ മറ്റ് ദേവസ്വം ബോർഡുകൾ, ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം, ഇന്നലെ ഞാൻ ഗുരുവായൂരിലായിരുന്നു. ആ ഗുരുവായൂർ ദേവസ്വത്തിന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് സംഭാവനകളുണ്ട്. അതോടൊപ്പം ഗുരുവായൂർ സ്വതന്ത്രമായി കിട്ടിയ സ്പോൺസർഷിപ്പുമുണ്ട്. ശബരിമലയ്ക്കാണെങ്കിൽ കിഫ്ബി പ്രോജക്റ്റ് 146 കോടി രൂപ മുടക്കി നിലയ്ക്കൽ, എരുമേലിയിൽ, കഴക്കൂട്ടത്ത്, ചെങ്ങന്നൂർ ഇവിടെല്ലാം ഇടത്താവളങ്ങൾ നിർമ്മിക്കുകയാണ്. അതിൽ ഇപ്പോൾ കഴക്കൂട്ടത്തെയും നിലയ്ക്കലെയും ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസം എരുമേലി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇനി ബാക്കിയുള്ളിടത്ത് 146 കോടി രൂപ ഗവൺമെൻറ് മുടക്കിയതാണ്. അപ്പോൾ ഈ ഇടത്താവളങ്ങൾ ഒക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളതും ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആ പണം പൂർണ്ണമായും സർക്കാർ കൊടുക്കുന്നതാണ്, അല്ലാതെ ദേവസ്വം ബോർഡുകളുടേതല്ല. ആളുകളുടെ ഒരു ധാരണ, മുമ്പ് അങ്ങനെ ഒരു പ്രചരണം വന്നിരുന്നു, ഈ ദേവസ്വത്തിൻ്റെ പണം എല്ലാം എടുത്ത് സർക്കാർ വിനിയോഗിക്കുന്നു. 1 രൂപ അതിൽ നിന്ന് എടുക്കാൻ നമുക്ക് ഗവൺമെൻറ്റിന് അധികാരമില്ല. അപ്പോൾ അങ്ങോട്ട് പൈസ എത്ര വേണമെങ്കിലും മുടക്കാം. ഇപ്പം ഞാൻ അസംബ്ലി കണക്ക് അവതരിപ്പിച്ചിരുന്നു. ഈ കോവിഡ് വന്ന കാലഘട്ടത്തിൽ ശാന്തിക്കാർക്ക്, കിഴക്കാർക്ക് ശമ്പളം കൊടുക്കാൻ മാർഗ്ഗമില്ലാത്ത ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ചില ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമെല്ലാം ശബരിമല പോലും അവിടുന്ന് പൈസ കൊടുത്താണ് ചില ഘട്ടത്തിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ ഗവൺമെൻറ് പൈസ കൊടുത്തിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഓടിച്ചത്. അങ്ങനെ കേരളത്തിൽ സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കും, ശമ്പളവും മറ്റും. അതെ, 670 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ക്ഷേത്രങ്ങൾക്കായിട്ട് ഈ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്താലോ മറ്റൊന്നിൽ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 11-16 കാലഘട്ടത്തേക്കാൾ വലിയ കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. 2016-21 ഒന്നാം പിണറായി സർക്കാരിനേക്കാളും കൂടുതലാണ്. അതെ, 2 കാലഘട്ടങ്ങളിലുമായിട്ട് കൊടുത്തിട്ടുള്ള 670 കോടി രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യം കണക്ക്. മലബാർ ദേവസ്വത്തിന് നമ്മൾ ഗ്രാൻഡ് കൊടുത്തുകൊണ്ടാണ് അത് ഓടുന്നത് തന്നെ. ഇവിടുത്തെ ഭരണത്തിൻ്റെ രൂപത്തിലല്ല മലബാർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 1251 ക്ഷേത്രങ്ങൾ, അവിടെ 402 നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൂടി, മലബാറിൽ 1405 വരുന്നുണ്ട്. ഈ ഉടൽമാണിക്യം മാത്രം ഒരു 13 ചെറിയ ക്ഷേത്രങ്ങളെ വരുന്നുള്ളൂ. ഗുരുവായൂർ സ്വതന്ത്രമായിട്ട് ആ ക്ഷേത്രം മാത്രം. ഇതൊരു നേട്ടമായി പറയുമ്പോൾ ഞാൻ രണ്ടാമത്തൊരു കാര്യം, നമ്മളിതെല്ലാം പറയുമ്പോഴും വിസ്മരിച്ചു പോകാൻ കഴിയാത്തതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യം. ഞാൻ ചോദിക്കുന്ന ഒരു ദേവസ്വം വിജിലൻസ് ൻ്റെ പരിശോധനയിൽ വളരെ സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ നടത്തുന്നു. ആ കണ്ടെത്തലുകളിൽ നിന്ന് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ തട്ടിപ്പുകളുടെ ചുരുളഴിയുന്നു. ആ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ അതിന് നേതൃപരമായ പങ്കുവഹിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വലിയ കാര്യമായി, നേട്ടമായി തോന്നുന്നുണ്ടോ? കാരണം ഹൈക്കോടതിയുടെ തന്നെ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. അവരെല്ലാ ഘട്ടത്തിലും ആ റിപ്പോർട്ടിനെ ശരിവെച്ചിട്ടുണ്ട്. ശബരിമലയിലെ അത്തരം കാര്യങ്ങളിലേക്ക് ഗൗരവത്തിൽ പോകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു നില മന്ത്രിയെ സംബന്ധിച്ച് എനിക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടുകൂടി കാണാൻ കഴിഞ്ഞ കാര്യം, അവിടെ നടന്ന തീവട്ടിക്കൊള്ള കണ്ടെത്താൻ കഴിഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. ഇവിടെ നടന്നുള്ള 2019 നടന്നതും അതിൻ്റെ മുമ്പ് നടന്നിട്ടുള്ള സംഭവമൊക്കെ മൂടി വെച്ച് ഇങ്ങനെ പോവുകയായിരുന്നല്ലോ. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു വരാനൊരു അവസരം ഉണ്ടാക്കിയത് ആഗോള അയ്യപ്പ സംഘമാണ്. ഈ ആഗോള അയ്യപ്പ സംഘം വന്നപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകളെ ഇത് തൊടിയിച്ചില്ല. അപ്പോൾ അവിടുത്തെ ഈ മുൻപ് ഉണ്ടായിരുന്ന കുറേയേറെ ആളുകൾ ഈ പല രൂപത്തിൽ ഇത്തരത്തിലുള്ള അവിടെ ഇടുന്ന ഇടനിലക്കാരായി നിന്നിട്ടുള്ള കുറേ ആളുകൾ, ഇവരെ ഒന്നും ഉൾപ്പെടുത്താതെയായിരുന്നു അവർ ഇപ്പോഴത്തെ ബോർഡ് അത് സംഘടിപ്പിച്ചത്. അതിൽ ബാക്കി എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്തു കൊടുത്തു, നമ്മൾ കൂടെ നിന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടി 2025 സെപ്റ്റംബർ മാസം 20 ഈ അയ്യപ്പ സംഗമം നടന്നത്. സെപ്റ്റംബർ 17 3 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് പീഠം കാണാനില്ല. അപ്പോൾ 19-ാം തീയതി അടിയന്തര പ്രമേയം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇയാളിത് കാണാനില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം അടിയന്തര പ്രമേയം. അപ്പോൾ ഈ ഇതിൻ്റെ ശോഭ കെടുത്തി കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഏതായാലും ഇത് കോടതിയുടെ മുമ്പിൽ വിജിലൻസ് റിപ്പോർട്ടായിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ രൂപത്തിലേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് 28-ാം തീയതി എത്തിയപ്പോഴേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെടുക്കുന്നു ദേവസ്വം വിജിലൻസ്. അങ്ങനെയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്.
അപ്പോൾ ഇത് അയാൾ വീട്ടിൽ കൊണ്ടുവച്ച് മറച്ചു വെച്ചിട്ട് അയാൾ വേറൊരാൾ കൊടുത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ടവൻ മിനിസ്റ്റർ അവിടെ ഒരു സംശയം എന്താ, അത് വേണമെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാം. കാരണം എന്താ, ഇയാളുടെ ഈ പെറ്റീഷൻ കളവാണ് എന്ന് പറയുന്നതോടെ ആ അന്വേഷണം തീർന്നു. പക്ഷേ പിന്നീട് കേരളം കണ്ടത് അതല്ല. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞാനതാ പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ സംഭവം കണ്ട ഉടൻ തന്നെ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് വിളിച്ച് പറഞ്ഞു, കോടതിയുടെ മുമ്പിൽ ഗവൺമെൻറ് അഭിപ്രായം കൊടുക്കണം, സമഗ്രമായ അന്വേഷണം ഇതിനെക്കുറിച്ച് വേണം. ആ വേണം എന്ന് പറഞ്ഞ് ഞാൻ 3 നിർദ്ദേശം വെച്ചു. ഒന്നുകിൽ ലോക്കൽ പോലീസിലെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT, അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലെ ഉന്നതന്മാരായ പോലീസുകാരുടെ ഒരു SIT, അതല്ലെങ്കിൽ വിജിലൻസിലെ ഒരു ഉന്നതന്മാരുടെ SIT. ഈ രൂപത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണമെന്നൊരു എഴുതി കൊടുക്കാനായിട്ട് പ്രസിഡന്റ് കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തു കോടതിക്ക്. കോടതി അതനുസരിച്ച് തന്നെ നല്ല നിലപാട് സ്വീകരിച്ചു. അപ്പോഴേക്ക് ദേവസ്വം വിജിലൻസാണ് ഇത് കണ്ടെത്തി ഈ റിപ്പോർട്ട് ആദ്യത്തെ രൂപത്തിൽ കൊടുത്തത്. അപ്പോൾ വിജിലൻസിനോട് ബാക്കി റിപ്പോർട്ടോട് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ കുറേയേറെ ക്രമക്കേടും തട്ടിപ്പുകളും കണ്ടു, ഈ സ്വർണം കൊണ്ടുപോയ മറ്റു കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ് SITയെ നിയോഗിച്ചു. SITയെ നിയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന താരം രംഗത്ത് വന്നു. അയാളാണല്ലോ ആദ്യത്തെ സ്വർണ്ണപ്പാളിയൊക്കെ ആയിട്ട് വന്നത്. അപ്പോഴേക്കും ഓരോന്നോരോന്ന് പുറത്ത് വന്നു, മറ്റു കാര്യങ്ങൾ ഓരോന്നോരോന്ന് അന്വേഷിച്ച് പുറത്തോട്ട് തന്ത്രി വരെ എത്തി. ഇനിയും ഇപ്പോൾ സ്വർണ്ണ കൊടിമരത്തിൻ്റെ വരെ നിൽക്കുക. കൊടിമരത്തിൻ്റെ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഏത് വാഹനം നിൽക്കുന്നു. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഒരു കോൺക്രീറ്റ് ചെയ്ത കൊടിമരം എങ്ങനെ ചെതൽ പിടിക്കുന്നു? അതാണ് റിപ്പോർട്ട്. ഒരു മെർക്കുറി പൂജ നടന്നു എന്നാണ് പറയുന്നത്. അതെ, കോൺക്രീറ്റിനെ ദുർബലപ്പെടുത്താൻ ഇപ്പോഴും എല്ലായ്പ്പോഴും പറയുന്നത് ആരായിരുന്നാലും X or Y, ഇതാ ഞാൻ പറഞ്ഞത്, ഈ SIT സമഗ്ര അന്വേഷണം നടത്തി ആരായാലും നിയമത്തിൻ്റെ ദൃഷ്ടി കൊണ്ടുവരണം. ജേക്കബ് ജോർജ്, മിനിസ്റ്റർ ഈ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നടക്കുന്നൊരു പ്രചാരണവും അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ നേട്ടമാക്കാൻ നടക്കുന്ന വലിയ മത്സരവും പരിശ്രമവും ഈ കേരളത്തിന് മുമ്പിലില്ലേ? അല്ല, കേരളം പ്രബുദ്ധമായ ജനങ്ങളുടെ നാടാണ് സ്ഥലത്തെ. അങ്ങനെ ജനങ്ങളെ അങ്ങനെ വട്ടുകളിപ്പിക്കാൻ പറ്റുകയില്ല, പൊട്ടുകളിപ്പിക്കാൻ പറ്റത്തില്ല. വാസവൻ മിനിസ്റ്ററുടെ വാചകങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കി. ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ആ ക്ലാരിറ്റി നോക്കി, ആ ക്ലാരിറ്റി ഓഫ് തോട്ട്, ആ ക്ലാരിറ്റി ഓഫ് ഡെലിവറി, അത് മനോഹരമായിട്ടാണ് പറഞ്ഞു പോകുന്നതേ. അല്ല, ചെയ്യുന്നതിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതാണ് ക്ലാരിറ്റി കിട്ടും. മനസ്സിനകത്ത് ക്ലാരിറ്റി വേണം, ചെയ്യുന്ന ചെയ്തികളിൽ ഒരു ക്ലാരിറ്റി വേണം. എങ്കിൽ മാത്രമേ ഇതുപോലെ സുതാര്യമായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റൂ. അവിടെയാണ് നുണകളുടെ സീരീസ് ചർച്ച ചെയ്യുന്നൊരു കാലമായി കേരളം മാറുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നുന്നു VN വാസവൻ എന്ന രാഷ്ട്രീയ നേതാവ് ഉരുത്തിരിഞ്ഞ വന്ന വഴികൾ ചിലപ്പം കഠിനമായ പാതകളിലൂടെ ആയിരിക്കും വളർന്നത്. അതിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങൾ, മഹത്തായ അനുഭവങ്ങൾ ഒക്കെ ആ മനുഷ്യനെ മതിച്ച് ഈ ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതിനകത്തൊരു സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, തികഞ്ഞ സുതാര്യതയുണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ ഇത് പറയുമ്പോഴും അപ്പുറത്തെ ആ പ്രതിപട്ടികയ്ക്കകത്ത് പത്മകുമാറും വാസുവും പെട്ടത് വ്യക്തിപരമായി മന്ത്രി എന്ന നിലയിൽ അങ്ങയോ അങ്ങയുടെ പാർട്ടിയോ മുന്നണിയോ ബുദ്ധിമുട്ടിപ്പിച്ചൊരു സീനാണോ? അല്ല, നിശ്ചയമായും അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏതെങ്കിലും തെറ്റ് കാണിച്ചാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അതാണ് ശരത്തെ, ഒരു നല്ല പാർട്ടി, നല്ല കക്ഷി, നല്ല നേതാവ് പറയുക, നീ തെറ്റ് കാണിച്ചോ, നീ ശിക്ഷ അനുഭവിച്ചു. അതാണ് ഈ ഗവൺമെന്റ് കാണിച്ചത്. വലിയ കാര്യം തന്നെയാണ്. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം, സംശയമൊന്നും വേണ്ട. അതെ. പക്ഷേ അതിന് പാരലായി പാർട്ടി നടപടി വേണ്ടേ എന്നൊരു ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിർത്തുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഈ ചാർജ് ഷീറ്റ് വന്നു കഴിയുമ്പോൾ ഇയാളുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അത് ആദ്യം മനസ്സിലാക്കാതെ കയറി നോട്ടീസും കൊടുക്കാതെ ചെയ്യുന്ന നടപടി അല്ലാത്ത ചെയ്യുന്ന കൃത്യമായ കാര്യം മനസ്സിലാക്കിയിട്ട് നടപടി ഉണ്ടാകുന്ന പാർട്ടി സെക്രട്ടറി നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തുടർച്ചയായി ഹൈക്കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ഓരോ ഘട്ടത്തിലും അത് വിലയിരുത്തിയ ഹൈക്കോടതി ഒരു ഘട്ടത്തിലും സർക്കാരിനെ ആ നിലയിൽ വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ അന്വേഷണം മികവോടെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സിംഗിൾ ബെഞ്ചിലേക്ക് ജാമ്യ ഹർജിയുമായി പോയപ്പോൾ വന്ന ചില കമൻറ്റുകൾ എടുത്തു വെച്ചാണ് പ്രതിപക്ഷം അതിൽ സർക്കാരിനെ വിമർശിക്കുന്നു കോടതി എന്ന് പറയാൻ ശ്രമിച്ചത്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞു. സിംഗിൾ ബെഞ്ച് അത്ര ഒരു നിലപാടിലേക്ക് പോയത് ഡിവിഷൻ ബെഞ്ചിനെ മാനിക്കാതെയാണ്. ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കേണ്ടതാണെന്ന് CM തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ SITയുടെ ഓരോ റിപ്പോർട്ടും വരുമ്പോഴും കോടതി നേരിട്ട് സംതൃപ്തി രേഖപ്പെടുത്തി അതുവരെയുള്ള ശരിയാണെന്ന് സ്ഥിരീകരിച്ചാണ് പോകുന്നത്. കാരണം SITക്ക് ഗവൺമെൻറ്റുമായി ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല, പുറത്ത് എവിടെയും കൊടുക്കാൻ പാടില്ല, നേരെ കോടതിയുടെ വർക്ക്. കോടതിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചത്, ആരൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ വേണ്ടെന്ന്.
ഗവൺമെൻറ്റും അല്ല. ഈ ഹോം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല. എത്തിക്കുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ കോടതിയിലേക്ക് കോടതിയും അന്വേഷണ സംഘവും തമ്മിലുള്ള നേരിട്ട് കോടതിയും ടീമും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അതാണ് റിപ്പോർട്ട്. അതാണ് നമുക്ക് വെളിയിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റാത്തത്. ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെൻറ് ആരെയും ഈ റിപ്പോർട്ട് കാണിക്കേണ്ടതില്ല. അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി പൂർണ്ണമായിട്ട് SIT സമർത്ഥി രേഖപ്പെടുത്തി ആ SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്നു. അത് സമർത്ഥരായി നമ്മൾ കേട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരൊക്കെ സമർത്ഥരായിട്ടുള്ള ഇപ്പോൾ വെങ്കടേഷ് ADGP പുള്ളിയാണ് മേൽനോട്ടം, SP ശശിധരൻ നല്ല കുറ്റാന്വേഷണ വൈദഗ്ധ്യവും ഒപ്പം ഇമ്പാർഷ്യലായി നിന്ന് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഓഫീസർ എന്ന രൂപത്തിൽ ഇതുവരെ ആക്ഷേപമൊന്നും കേൾക്കാത്തൊരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ ബിജോയ്, ഇങ്ങനെ എനിക്കറിയാവുന്ന 2-3 ഉദ്യോഗസ്ഥന്മാരെ അതിനകത്ത് ഞാൻ കേട്ടപ്പോൾ നല്ല പാരമ്പര്യമുള്ളവരും അന്വേഷണ മികവുള്ളവരുമാണ്. അല്ല അതിനെല്ലാം അവർ പോയി അതെല്ലാം കണ്ടെത്തിയല്ലോ, അവർ സ്വർണ്ണവും കണ്ടെടുത്തല്ലോ. കേട്ടോ, അപ്പം നമുക്ക് വേണമെങ്കിൽ നാളെ ഇത് കാണുമ്പോൾ മന്ത്രിക്കറിയാവുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നമുക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. നല്ല ഉദ്യോഗസ്ഥന്മാരെ കേൾക്കുമ്പോൾ നമുക്കറിയാം. അത് ആരും പണ്ടൊക്കെ ജയറാം മെഡിക്കൽ എന്നൊക്കെ പറഞ്ഞാലേ കേസ് അന്വേഷിക്കണം, ജയറാം മെഡിക്കൽ അന്വേഷിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരാരും നേരിട്ട് ഇതേവരെ നമ്മളാരെയും കണ്ടിട്ടില്ല, കാണേണ്ട കാര്യമില്ല. അവർക്ക് നേരെ കോടതിയായിട്ടാണ് ബന്ധം. അന്വേഷണത്തെ സംബന്ധിച്ചോളം ഇതുപോലുള്ള കോടതി സംതൃപ്തി രേഖപ്പെടുത്തി കോടതിയുടെ വാക്കുകൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഒറ്റ കാര്യമേ ഉള്ളൂ കോടതിയോട് നമ്മൾ എഴുതി കൊടുത്തത്, ഈ കേസിൽ ആരൊക്കെ ഉണ്ടെങ്കിലും X or Y എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, അവരെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരിക, അവരെ കയ്യാമം വെച്ച് കൽത്തുറം കളിക്കുകയും സ്വർണം കൊണ്ട് അയ്യപ്പന് ശബരിമല എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ഗവൺമെൻറ് ദൗത്യം. ഇതിൽ ഡോക്ടർ ഇപ്പോൾ ഒരു നാട്ടിലൊരു പൗരൻ എന്ന നിലയിൽ ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കോടതി കൂടി ഇടപെട്ട കാര്യമാണ്. ഇതിൽ തട്ടിപ്പ് നടത്തിയവർ, കുറ്റവാളികളായവർ പിടിക്കപ്പെടും, അല്ലെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നൊരു തോന്നൽ അത് കിട്ടുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. അതോ ഇവിടെ ഒന്നും ശരിയാകാൻ പോകുന്നില്ല, അങ്ങനെ ഒരു സാധ്യത പണ്ടുകാലത്ത് കുറേ കൂടി കൂടുതലായിരുന്നു. ഇപ്പോൾ എല്ലാ രംഗത്തും അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത്? അല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇൻഡിപെൻഡൻ്റായിട്ട് പോകുന്ന ഒന്നാണ് കോടതി. അപ്പോൾ കോടതി നേരിട്ട് അന്വേഷണം നടത്തി, കോടതി നേരിട്ടുള്ള കൺട്രോളിലുള്ള ഒരു SIT അന്വേഷണം നടത്തി കോടതിക്ക് മാത്രം ആ റിപ്പോർട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്കതിലൊരു അവിശ്വാസ്യതയും തോന്നേണ്ട കാര്യമില്ല. 100% വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഏതായാലും പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കുന്നത് ഇക്കാര്യത്തിൽ ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇതിൽ നേരിട്ട് കക്ഷിയില്ലാത്ത ആൾ, ഇപ്പം ഞാനും താങ്കളും ഒക്കെ സംസാരിക്കുക, നമ്മളിത് വിഷയം എൻഗേജ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണ്, മന്ത്രി അത് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ എങ്ങനെ ആളുകൾക്കത് ഫീൽ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ ഡോക്ടറോട് അതേക്കുറിച്ച് ചോദിച്ചതാണ്. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു ഈ ആഗോള അയ്യപ്പ സംഗമമാണ് ഈ തട്ടിപ്പുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് ഇടയാക്കാൻ വേദിയൊരുക്കിയത്, അങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ആശയം എന്തായിരുന്നു? ഈ ക്ഷേത്രവും ഭക്തരും തമ്മിൽ കുറേ കൂടി, അല്ലെങ്കിൽ അവരുമായി സർക്കാർ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം. ഇല്ല, അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഭംഗിയായിട്ട് തീർത്ഥാടനം നടന്നു പോയപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വന്നവർ, മലേഷ്യയിൽ നിന്ന് വന്നവർ, കൊളംബോയിൽ നിന്ന് വന്നവർ ഇവരൊക്കെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി. ഞങ്ങളൊക്കെ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് തീർത്ഥാടനത്തിന്. അപ്പോൾ ഞങ്ങളെല്ലാം കൂട്ടി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യം, ഇവിടുത്തെ വികസന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ ഞങ്ങളെല്ലാം വരാൻ തയ്യാറാണെന്ന് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതിൽ നിന്നാണ് ദേവസ്വം ബോർഡ് അങ്ങനൊരു ചിന്തയിലേക്ക് തിരിഞ്ഞതെന്നാണ് അവർ സൂചിപ്പിച്ചത്. ശരിയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഏതാണ്ട് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളിവിടെ പങ്കെടുത്തിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ. അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കൈമാറി. ഇവിടെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് 1003 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിരുന്നു. അത് നടപ്പാക്കുമ്പോൾ അതിൽ സ്പോൺസർമാരൊക്കെ രംഗത്ത് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതെങ്ങനെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ചായിരുന്നു യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ. ആ വികസനത്തിൽ ഒന്ന്, ഒരു ശബരിമല എന്ന് പറയുന്നതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ശബരിമല കയറി ചെല്ലുമ്പോൾ അതിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി. അത് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു വാചകം. ആ തത്വമസി അത് നീയാകുന്നു. അങ്ങനൊരു സന്ദേശമുള്ള, ഒരുപക്ഷെ ഒരു വിശ്വമാനവയുടെ സന്ദേശമുള്ള മറ്റൊരു ക്ഷേത്രം നമുക്ക് പറയാനില്ല. നാനാജാതി മതസ്ഥർ വരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ. ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി കുറേ കൂടി ഈ ശബരിമലയെ മാറ്റി തീർക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യവും ആ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നിലുണ്ട്. അതിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തിയത്. അതിനെ ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ
ക്ഷേത്രത്തിൻ്റെ വികസനവും പശ്ചാത്തല സൗകര്യ വികസനവും ഒപ്പം തീർത്ഥാടകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. തീർച്ചയായും അത് ആ ഉദ്ദേശശുദ്ധിയോടെ നടന്ന ആഗോള അയ്യപ്പ സംഗമം, അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ അതിൻ്റെ വരവ് ചെലവുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ, ആ കണക്കുകൾ കൊടുത്തതിൽ വ്യത്യസ്ത തരത്തിൽ കണക്കുകൾ പുറത്തു. ഇത് കുറേ കൂടി ഇങ്ങനെ സംഭവിക്കാതെ കുറേ കൂടി ജാഗ്രതയോടെ ബോർഡ് കൊണ്ടുപോകേണ്ടതായിരുന്നില്ലേ? താങ്കളോട് ചോദിച്ചപ്പോഴും അത് ദേവസ്വം ബോർഡാണ് ഇത് ചെയ്യുന്നത്, ബോർഡിനോടാണ് കണക്കുകൾ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞു. ബോർഡ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ആ കമ്മീഷണർക്ക് പറ്റിയ ഒരു പെശകായിട്ടാണ് അവരിപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ. അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് കമ്മീഷനും അതുപോലെ തന്നെ കമ്മീഷൻ നയിക്കുന്ന ബോർഡുമാണ്. എല്ലായ്പ്പോഴും കൃത്യമായി ഇത്തരം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ബാക്കി അപ്പം തന്നെ കണക്കുമെല്ലാം ചെയ്യണം. ഞങ്ങൾ ആ നിർദ്ദേശവും പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവർക്ക് സ്പോൺസർമാരുടെ പണം വരാൻ താമസിച്ചപ്പോൾ ബില്ല് കിട്ടാൻ താമസിച്ചെന്നാണ് അവരുടെ ന്യായീകരണം വന്നത്. അപ്പോൾ അതിൽ സംഭവിച്ചു പോയത് ഈ എസ്റ്റിമേറ്റ് എടുത്ത് ചിലവായി എസ്റ്റിമേറ്റ് എടുത്ത് ചിലവായ കണക്ക് അത് മനസ്സിലാക്കാതെ കമ്മീഷൻ കണക്ക് കോടതി കൊടുക്കുന്നതാണ്. അതാണ് പറ്റിയത്. ഇവിടെ വരാത്ത കൂട്ടരവിടെ ഭജന നടത്തി എന്നൊക്കെ ഉള്ള രൂപത്തിലേക്ക് വന്നത്. അത് പിന്നീട് ഇപ്പോൾ റെക്ടിഫൈ ചെയ്തിട്ട് കോടതിക്ക് യഥാർത്ഥ കണക്ക് കൊടുക്കുന്നു. അത് കൃത്യമായ സ്പോൺസർമാരുടെ പേര് കൊണ്ട് വന്ന പണമുണ്ട്, കൃത്യമായ കണക്കുണ്ട്. ആദ്യം അഡ്വാൻസായി ദേവസ്വം ബോർഡ് ഔട്ട് ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ എടുത്ത് അത് തിരിച്ച് ഒക്ടോബർ 10 തന്നെ കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആവട്ടെ, ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ബോർഡ് അംഗങ്ങളായിട്ടും വരുന്നതൊക്കെ പൊതുപ്രവർത്തകരാണ്, അത് രാഷ്ട്രീയ നേതാക്കളും കൂടിയൊക്കെയാണ്. നമ്മുടെ ഒരു അനുഭവത്തിൽ അതാണ്. ഇതുപോലൊരു ഘട്ടത്തിൽ ഡോക്ടർ ജയകുമാർ IASനെയാണ് സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കിയത്. എന്താണ് അതുകൊണ്ട് പൊതുസമൂഹത്തോട് അതിലൂടെ പറയാൻ ശ്രമിച്ചത്? നമുക്കിതിനകത്ത് വേറെ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല. വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് സമർത്ഥരായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ വരിക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതേപോലെ IMG ഡയറക്ടറായിരുന്നു, മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. സർവോപരി അദ്ദേഹം സാഹിത്യത്തിൽ അഭിരുചിയുള്ള ആളാണ്, കലാരംഗത്ത് അഭിരുചിയുള്ള, എല്ലാ രംഗത്തും ഒരു അംഗീകാരമുള്ള ഒരാളെന്ന രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഈ കാര്യത്തിൽ വേറെ പാർട്ടി താല്പര്യങ്ങളല്ല, മറിച്ച് വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് എല്ലായ്പ്പോഴും കാണുന്നത്. ഇതിനു മുമ്പും അങ്ങനത്തെ ആളുകൾ വെച്ചിട്ടുണ്ട്. അല്ല, ഈ കാലത്ത് അത് കുറച്ചുകൂടി ഇതിനു മുമ്പ് നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റിയിലെ ബാബു സാറിന് വെച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ ബാബു വെച്ചിട്ടുണ്ട്. സ്ഥലത്തെ കെ ജയകുമാറിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണവും ഇതുവരെയും ആരും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള നിസ്വനായിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തൻ, അയാൾ 40 ദിവസം വ്രതമെടുത്ത് എല്ലാ സേവിങ്ങുമൊക്കെ കൊണ്ടുവരികയാണ്. അയാൾക്ക് 5 സെക്കൻഡാണ് കിട്ടുന്നത്, ഈ ഗ്ലിംസ് ആണ് കിട്ടുന്നത് അയ്യപ്പ. അയാളുടെ തീർത്ഥാടന സംതൃപ്തി ഉറപ്പുവരുത്താൻ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമ്മൾ കാട് നശിപ്പിക്കാൻ പാടില്ല. സൗകര്യങ്ങൾ ഉണ്ടാവണം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവണം, സുഖമായിട്ട് കടന്നു വരാൻ സാധിക്കണം, എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് വേണ്ടി എല്ലാം സജ്ജമായിരിക്കും എന്നൊരു തോന്നൽ ഏറ്റവും നിസ്വനായിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തന് കൊടുക്കാൻ സാധിക്കണം. ഇതിപ്പോൾ ഞാൻ ഡോക്ടറോടാണ് അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ, പ്രശ്നത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാകട്ടെ ശബരിമലയാകട്ടെ ഒക്കെ നിൽക്കുമ്പോൾ, നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഡോക്ടർ ജയകുമാറിനെ പോലെ ഒരാൾ, ജയകുമാർ IASനെ പോലെ ഒരാൾ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് പൊതുസമൂഹം എങ്ങനെയാവും കാണുന്നത്? അദ്ദേഹം ശബരിമലയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ, അത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സമയത്ത് പറഞ്ഞതാണ്. ജയകുമാർ സാറെ സംബന്ധിച്ചുള്ള നമുക്കെല്ലാം, എന്നുവെച്ചാൽ ഒരു കേരളീയർക്കെല്ലാം വളരെ സുപരിചിതനായ ഒരു ശക്തനായ, അല്ലെങ്കിൽ വളരെ ഒരു അഴിമതിയുടെ ഒന്നും തിണ്ടാത്ത ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഒരു വിശ്വാസ്യത, അതായത് രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറം ആ ശബരിമലയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ പ്രാപ്തനായ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സരസ്വതിയെക്കുറിച്ചുള്ള കീർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭക്തനായ ഒരാളിൽ തന്നെ അത് നിക്ഷിപ്തമാകുമ്പോൾ അത് അവിടുത്തെ താല്പര്യങ്ങളും വിശ്വാസികളുടെ താല്പര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തോന്നും. ശരിയാണ്. വിശ്വാസ്യത, ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് വളരെ കൂടുതലാണ്. സാധാരണ നമ്മളിപ്പം കണ്ടതാണല്ലോ, ഒരു നാണയമൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ, ഒരു സ്കൂളിൽ ഒരു കുട്ടിക്കൊരു കളഞ്ഞു കിട്ടിയാൽ ഹെഡ് മാസ്റ്ററെ കൊണ്ടേൽപ്പിക്കും. ഇവിടെ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവർ, ദൈവത്തെ പൂജിക്കുന്നവർ ആണ് ദൈവത്തിൻ്റെ ആഭരണം കട്ടത്. അതാണ് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തലവനായിട്ട് അങ്ങേയറ്റം വിശ്വാസ്യതയുള്ള ഒരാൾ തന്നെ വേണം. അതിന് സർക്കാർ കണ്ടുപിടിച്ച ഏറ്റവും യോജിച്ച വ്യക്തി കെ ജയകുമാർ തന്നെയാണ്.
ഇത് പബ്ലിക് ഓഡിറ്റാണ് നമ്മുടെ പരിപാടി. മീൻസ് ആ നിലയിൽ വരുന്ന അഭിപ്രായങ്ങളാണ്. അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമായി ഈ വാക്കുകളെ സ്വീകരിക്കുന്നുണ്ടോ? നിശ്ചയമായും. അല്ല, പൊതുവിൽ ഞങ്ങളും അങ്ങനെ തന്നെ കണ്ടല്ലോ. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുമ്പോൾ, അദ്ദേഹത്തെ പോയി ഞാൻ ആദ്യം അറിയിക്കുമ്പോൾ അദ്ദേഹം ശിരസാ വഹിച്ചു. ഗവൺമെൻറ് അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ആംഗിളിൽ തന്നെയാണ് നമ്മളത് കണ്ടതല്ലോ. ഓക്കെ. അദ്ദേഹം ഇതുവരെ കൈകാര്യം ചെയ്തതൊക്കെ തന്നെ സുതാര്യത ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നാലും, വൈസ് ചാൻസലർ ആയിരുന്നപ്പോഴായിരുന്നാലും, IMG ഡയറക്ടർ ആയിരുന്നപ്പോഴായിരുന്നാലും എല്ലാം അദ്ദേഹം പൊതുജനങ്ങളിൽ വിശ്വാസ്യത, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ക്രെഡിബിലിറ്റി, അത് കാത്തു സൂക്ഷിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ വരുന്നത് നല്ലത് എന്ന രൂപത്തിൽ തന്നെ. ഇത് രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യർക്കൊരു നിരാശ പകരുന്നത് കൂടിയായിരുന്നു. അല്ല, അകത്ത് അങ്ങനെയൊന്നുമില്ല. അവിടെ ഇപ്പോൾ ഇതിനകത്ത് ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയൊന്നും ആരും ആഗ്രഹിച്ച് മുന്നോട്ട് വരാറില്ല. പൊതുവിൽ മറ്റ് ഇതര പാർട്ടികളിലെ പോലെ ഞങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം ഉള്ള രൂപത്തിലൊന്നും അങ്ങനെ ആരും വന്ന് ചോദിക്കുമോ ഇങ്ങനെ ആക്കാവോ എന്ന് ചോദിക്കുന്ന ശൈലിയൊന്നും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ താങ്കൾ ആദ്യം ഈ വകുപ്പ് കൈയാളുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യ വാചകത്തിലേക്ക് എത്തി നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ മണ്ഡലകാലം ഏറ്റവും മികവോടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, അതിന് കിട്ടിയിട്ടുള്ള നല്ല അനുഭവങ്ങൾ, അത് ഒരു വലിയ അനുഭവമായി താങ്കൾ സൂചിപ്പിച്ചു. അതിൻ്റെ ചില പ്രതികരണങ്ങൾ ഒന്ന് വേഗത്തിൽ കണ്ടുകൊണ്ട് ഞാൻ മന്ത്രിയിലേക്ക് വരാം. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രശ്നമില്ല. വളരെ സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. സന്തോഷമായിട്ട് ശബരിമല കയറി. ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ്. വളരെ വളരെ സന്തോഷം. ബിസ്ക്കറ്റും ഒക്കെ ഇഷ്ടം പോലെ കിട്ടി. സംതൃപ്തിയായി. മനസ്സ് നിറഞ്ഞു പറയുന്നതാണ് സംതൃപ്തിയായി. കുടിവെള്ളം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇഷ്ടം പോലെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. வழியிலோட தடசங்கள எல்லாரும் சேவைகளும் വളരെ நன்னாയിരിക്കുന്നു. நேற்றுலாம் நியூஸில் போட்டு பயமுறுத்தினாங்க. நான் பாண்டிச்சேரியிலேருந்து வரோம். இன்னைக்கு எந்த பிரச்சனையும் இல்லை. நான் மட்டும் வந்தால் ஒரு 2 மணி நேரத்தை சாமி பார்த்துட்டோம். எந்த பிரச்சனையும் இல்லை சார். நல்லா இந்த കേരള ഗവൺമെൻറ് നല്ല സെഞ്ചിരിക്കാங்க. നമ്മൾ പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പരിപൂർണമായിട്ട് നമുക്ക് വെള്ളവും മറ്റ് സൗകര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലഭ്യമായിരുന്നു. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതായത് അദ്ദേഹം പറഞ്ഞത് ഉണ്ണിരാജ കൂടി പറഞ്ഞതൊന്ന് കാണാം. വളരെ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം. ശബരിമല ദർശനം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിച്ചു. 100 എണ്ണത്തിൽ 99% നല്ലതായിട്ട് 1% ചില ബുദ്ധിമുട്ടുണ്ട്. ആ 1%-ലാണ് പറയുന്നത്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാരുണ്ടാവും. അത് ഏത് കാര്യത്തിലായാലും 99 പറയില്ല. ഇപ്പോൾ നമ്മളപേക്ഷിച്ച് അതിനെ 99 1% എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം നോക്കിയിട്ട് അതിനെപ്പറ്റി ഭയങ്കര ചർച്ച ചെയ്യുന്ന സംഭവം കുറച്ച് ആൾക്കാരുണ്ടാവും. അത്രയും ഞാൻ കാണുന്നല്ലോ. ഒരു പ്രശ്നമില്ല. ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് എല്ലാം പോകുന്നുണ്ട്. ഉണ്ണിരാജൻ ഏതായാലും ഈ കാര്യങ്ങളെ പെരുപ്പിച്ച് കാട്ടുന്നവരെ കുറിച്ചാണ്. മറ്റൊരാൾ പറഞ്ഞത് വാർത്തയിൽ ഇതൊക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയി, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള അനുഭവം മറ്റൊന്നാണെന്ന്. ഈ അയ്യപ്പ ഭക്തർ അവിടേക്ക് വരുന്നവരുടെ ഒരു സംതൃപ്തി അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാലമായിരുന്നു. മിനിസ്റ്ററുടെ വ്യക്തിപരമായ ഒരു അനുഭവം എന്താണ്? ഞാൻ ശബരിമല തീർത്ഥാടന കാലഘട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടത്താവളങ്ങളിലെയും മീറ്റിംഗ് നേരിട്ട് പോയി കൂടിയിരുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം പല ഘട്ടങ്ങളിൽ നല്ല രൂപത്തിൽ ഉറപ്പിച്ചു. കേന്ദ്രീകരിച്ച 5 മീറ്റിംഗ് തിരുവനന്തപുരത്ത് തന്നെ ദർബാർ ഹാളിലും തൈക്കാട് ഗസ്റ്റ് ഹൗസിലായി വിളിച്ചു. ഇതുകൂടാതെ പമ്പയിൽ പോയി, സന്നിധാനത്തിൽ പോയി മീറ്റിംഗ് വിളിച്ചു. ഇടത്താവളങ്ങൾ നേരിട്ട് പോയി. അങ്ങനെ എല്ലാ സ്ഥലത്തും കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വിജിലൻ്റായി. 33ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ശബരിമല തീർത്ഥാടനത്തിലേക്ക് പോകുന്നത്. അതിൽ ഓരോ കൂട്ടരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിയാം അവരിതിനകത്ത് എടുക്കുന്ന നിലപാടും അതുപോലെ തന്നെ അവരുടെ ആത്മാർത്ഥതയും. എവിടെയെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ ഇടപെടുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അതിലേറ്റവും നന്നായി പോലീസ് ആക്ട് ചെയ്തപ്പോൾ അവരുടെ കൂടെ ഇൻ്റലിജൻസ് വിങ്ങും ഉണ്ട്. അപ്പോൾ ചില ആളുകളെ നമ്മളല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മെസ്സേജ് അവരോട് തരാൻ പറയും. അപ്പോൾ രാവിലെയും വൈകിട്ടും ഞങ്ങൾ മെസ്സേജ് കൈമാറിക്കൊണ്ടിരുന്നു. വരുന്ന ആളുകളുടെ എത്ര നമ്പർ, ഓരോരുത്തരും എവിടെ. പോലീസിൻ്റെ ആ നല്ല സംവിധാനം ഏറ്റവും പ്രയോജനകരമായി മാറി. ഒരു മിനിറ്റിൽ മുമ്പ് 18ാം പടി കയറിക്കൊണ്ടിരുന്ന 65 പേരായിരുന്നു. നമ്മളത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് ഇരുന്ന് കയറ്റാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു മിനിറ്റിൽ 85 പേര് കയറാത്തത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ചില ഘട്ടങ്ങൾ 90 വരെ കയറി. അതാണ് ഈ ആളുകൾക്ക് തടസ്സം കൂടാതെ ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞതിൽ വന്നതിൽ ഒരു വേഗത. അപ്പോൾ അതിനുശേഷം പിന്നീട് അരവണ ഇവിടെ വന്നിട്ട് പോയാൽ എല്ലാവർക്കും തെളിവായിട്ട് അരവണ വേണം, അപ്പം വേണം.
അത് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ടേജ് വരുന്നു. ഇത് ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കി. തുടക്കത്തിൽ തന്നെ 40 ലക്ഷം ടിന്ന് ഉറപ്പുണ്ടാക്കി. അപ്പോൾ പിന്നെ അതിന് ഷോർട്ടേജ് ഇല്ല. അപ്പോൾ അത് കുറവ് വരുമ്പോഴാണ് പിന്നെ ബഹളം ഉണ്ടാകുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കഴിഞ്ഞ വർഷത്തെ എല്ലാ നീക്കങ്ങളും കൃത്യമായി നടത്തിയപ്പോൾ ഓരോ സമയത്തും ഞങ്ങൾ ഓരോ സ്ഥലത്തും എത്തുമായിരുന്നു. അപ്പോൾ കണ്ണുകളെത്തും, അല്ലെങ്കിൽ മെസ്സേജ് വരും, അതിലിടപെടും. ഏറ്റവും അവസാനത്തെ നമ്മൾ മകരവിളക്ക് ദിവസമാണെങ്കിൽ തീ കത്തിക്കേണ്ടെന്ന് വെച്ച് ഭരണശാലകൾ കെട്ടി ആഴ്ചകളോളം താമസിക്കുന്ന അയ്യപ്പന്മാരാണ്. അപ്പോഴാണ് തീപിടുത്തമൊക്കെ ഉണ്ടായത്. അതുപോലെ നിയന്ത്രിക്കാൻ ഒരു സ്ഥലത്തും അടുപ്പ് കൂട്ടാൻ പാടില്ല. എല്ലാവർക്കും ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുത്തു. മരച്ചില്ലകളിൽ ആരും കയറിയിരിക്കാൻ പാടില്ല. കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിൽ കയറാൻ പാടില്ല. ഇതെല്ലാം നോക്കി പോലീസിനെ അവിടെയൊക്കെ വിന്യസിച്ചു. വ്യൂ പോയിൻറ്റുകൾ കൂടുതലുണ്ടാക്കി. മകരവിളക്കിന് അവിടെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ അവിടെ തന്നെ എല്ലാവർക്കും പോകാൻ 800ഓളം 1000ഓളം ബസ് ക്രമീകരിച്ചു. കഴിഞ്ഞ വർഷം 900 ബസ്, ഈ വർഷം 1000 ബസ്. അപ്പോൾ അങ്ങനെ ഏറ്റവും ഇസഡ് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാതെ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മണ്ഡലകാലമൊക്കെ മികവോടെ കൈകാര്യം ചെയ്തപ്പോൾ അതിൽ നിന്നൊന്നും കിട്ടാതെ പോയ ആളുകളാണോ പിന്നീട് മറ്റു ചില വിവാദങ്ങളുണ്ടാക്കി ആളുകളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാം എന്ന് ശ്രമിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഉദാഹരണത്തിന് മുമ്പ് പറഞ്ഞാൽ ഈ കണക്ക് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വന്ന കണക്കുകളിൽ മുഖ്യമന്ത്രിയുടെ കട്ടിൽ എന്നൊക്കെ പറഞ്ഞുള്ള തരം പ്രചാരണം കൊണ്ടുവരിക, അതുപോലെ തന്നെ വളരെ തന്ത്രപരമായി നിയമസഭയിലേക്ക് കൊണ്ടുവന്ന ശ്രീ ജേക്കബ് ജോർജ് ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് പത്രക്കാരുടെ ഇടയിലൊക്കെ വലിയ ചർച്ചയായതാണ്. കാരണം അതിപ്പോൾ എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ CR മഹേഷ്, റോജി എം ജോൺ അല്ലേ, അപ്പോൾ അങ്ങനെ ചില കത്തുകൾ, ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് കൊടുത്ത മറുപടി ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയെ ഇല്ലാതാക്കി എന്നുള്ള വലിയ വർത്തമാനവും മാധ്യമ ആ അനുഭവം ഒന്ന് പറയാമോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 4 പേര് കൂടി ചോദിച്ചു, കടകംപള്ളി സുരേന്ദ്രൻ 2017 മുതൽ 2021 വരെ എത്ര ബോർഡ് യോഗത്തിൽ പങ്കെടുത്തിട്ട്? നിയമസഭാ ചോദ്യമാണ്. ഞാൻ വളരെ മനോഹരമായിട്ട് എഴുതി. ഈ സമയത്ത് ഒരു യോഗത്തിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 950 ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ച് ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ മന്ത്രിക്ക് നിയമപരമായ അവകാശമില്ല, നിയമം അനുശാസിക്കുന്നില്ല. ഈ മറുപടി വൈറലായി. അപ്പോൾ ഈ ഇത്രയും ധാരണ പോലും ഇല്ലാത്തവരാണ് ഈ MLA-മാരെന്ന്. അല്ല, എന്താ നിയമവിദഗ്ധരായിട്ടുള്ള അഭിഭാഷകർ എന്ന പ്രശ്നം ഒന്ന്. 2, ആ ചോദ്യം അവിടെ കൊണ്ടും അവസാനിച്ചിട്ടില്ല. കടകംപള്ളിയുടെ കാലം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് VN വാസവൻ മന്ത്രിയായിരിക്കെ ഇതുപോലെ പങ്കെടുത്ത് സമാനമായ ചോദ്യം അല്ലെ, വർഷം മാറ്റിയിട്ട് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വൈറലായി സംഗതി. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ നിയമസഭയിൽ ഈ അയ്യപ്പ സംഗമത്തിന് 3 കോടി രൂപ അഡ്വാൻസ് വാങ്ങിച്ചത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട്. അത് കൃത്യമായി കൊടുത്തിരുന്നെന്ന് ബോർഡ് തന്നെ സാക്ഷ്യപ്പെടുത്തി. കാരണം 17/10/2025 കൃത്യമായി ധനലക്ഷ്മി ബാങ്കിൽ പണം വന്നിട്ടുണ്ട് 3 കോടി. അപ്പോൾ സഭയിൽ പറഞ്ഞതും പെശകിയിട്ടില്ല. പക്ഷെ അത് പെശകിന്ന് പറഞ്ഞിട്ടാണ് തിരുവനന്തപുരം. അത് പിന്നെ അവർ പിന്നെ കണക്കന്വേഷിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന് പിന്നെ ജയകുമാർ സാറിൻ്റെ പത്രസമ്മേളനം വന്നപ്പോൾ സംഭവിച്ചു. അപ്പോൾ ആ മൂവ്മെന്റ് ബോർഡ് റിലീസ് കൊടുത്തു. ഞാൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ കൊടുത്തിട്ടുമുണ്ട്. ഞാൻ കൃത്യ ഡേറ്റൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. എനിക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായി. അതാണ് ഈ 17/10/25 എന്നൊക്കെ പറഞ്ഞത് ഇത് കൃത്യമാണ്. എല്ലാത്തിനും തീയതി. അതുകൊണ്ടാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിന് ഡയറി എഴുതേണ്ട കാര്യമില്ല. ഇന്ന തീയതി, ഇന്ന പരിപാടി, ഇന്ന സമയത്ത് ഇവിടെ വെച്ച് അതെല്ലാം കാണാൻ. അതായത് വിഴിഞ്ഞത്തെ കണക്ക് പറഞ്ഞു, പിന്നെ സഹകരണത്തിലെ കണക്ക് പറഞ്ഞു, ദേവസ്വത്തിലെ കണക്ക് പറഞ്ഞു, കണക്കും തീയതിയും, ബെഡിൻ്റെ നമ്പറും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല, ഈ സാധാരണഗതിയിൽ വായിച്ചും പഠിച്ചുമൊക്കെ പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലിങ്ങനെ നിൽക്കും. മെമ്മറി അല്ല, വേറൊന്നും കേട്ടോ, കവിതകൾ. ഞാൻ രാവിലെ യോഗ ചെയ്യുന്നതുകൊണ്ട് ഈ മെമ്മറി പവർ നന്നായിട്ട്. മുമ്പ് ഈ ഓർമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ. കവിതകളും സമാനമായ രീതിയിൽ ഹൃദിസ്ഥമാണ്. ഡോക്ടർ കേട്ടിട്ടുണ്ടോ? പലതവണ അല്ലേ? പലതവണ കേട്ടിട്ടുണ്ട്. ഇത് സാനമാഷൊക്കെയുള്ള മീറ്റിങ്ങുകളിൽ, അതുപോലെ പല സാഹിത്യകാരന്മാരുള്ള മീറ്റിങ്ങുകളിലൊക്കെ സാറ് കവിതയൊക്കെ ചൊല്ലി അവർ തന്നെ ഇങ്ങനെ അന്തം പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് മനസ്സിൽ കരുതുന്നത് എന്നാൽ പിന്നെ ഒരു കവിതയാകാമെന്നാണ്. അതെ, ഒരു കവിതയാകാം. സമാപനത്തിൻ്റെ അതെ, നമുക്ക് അങ്ങനെ ഒരു കവിതയോടെ ഏതായാലും പബ്ലിക് ഓഡിറ്റിന് ശ്രീ VN വാസവനെ വിട്ടുകൊടുക്കാം അല്ലേ? കവിത ഈ സാധാരണഗതി കുമാരനാശാൻ്റെ കവിതകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ. കുമാരനാശാനും വയലാർ രാമവർമ്മ, അശ്വമേധം ആണെങ്കിൽ
ഏറ്റവും പ്രധാനമായിട്ട് ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ, എന്തൊരുത്സാഹമാണതിൻ കൺകളിൽ, എന്തൊരുന്മേഷമാണതിൻ കാൽകളിൽ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ, മന്ത്രമായൂരാ പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. ഇനി അങ്ങ് പോയാൽ ഒരുപാട് പോകും. ഈ കവിത ആലാപനമുണ്ട്, പിന്നീട് ഈ പ്രസംഗങ്ങളിൽ ഈ കവിതയെക്കുറിച്ചുള്ള വിശദീകരണമുണ്ട്. ആ പ്രസംഗത്തിൽ സാധാരണ അത് ഉൾപ്പെടാറുണ്ട്. ഇപ്പോൾ ഏതായാലും അത് വിട്ടു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രിയ കവിത ആലപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത്. ഏതായാലും കാഴ്ചപ്പാടോടെ അഴിമതിരഹിതമായി മുന്നോട്ട് വെച്ച നിലപാടുകൾ അതിശക്തമായി കഴിഞ്ഞ 5 വർഷക്കാലത്തിനകം ചെയ്യാനായി എന്നതിൻ്റെ വിശദീകരണമാണ് പബ്ലിക് ഓഡിറ്റിലൂടെ മന്ത്രി VN വാസവൻ കേരളത്തിന് മുമ്പാകെ വെച്ചിട്ടുള്ളത്. അത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. ആ വിലയിരുത്തലിന് ഭാഗമായ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും അതുപോലെ തന്നെ പാനലിസ്റ്റുകളും നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ജേക്കബ് ജോർജും ഡോക്ടർ ജയകുമാറും. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്, പബ്ലിക് ഓഡിറ്റുമായി സഹകരിച്ചതിന്. താങ്ക് യു. ഓക്കെ.